ഗേസ് അപ്പോൾ ഇന്നത്തെ മൂലം നമ്മളൊന്ന് ഫിഷിന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ വന്നത്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ചെറിയ മോനും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനക്ക് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ ഈ ഓസ്കാറിന്, ബിഗ് സൈസ് ഓസ്കാറിനാണ്. എപ്പോൾ എൻ്റെ കൂടെ മേളിക്ക് വന്നാലും അവന് അങ്ങനെ വരെ ഈ ടാങ്കിൽ ഈ ഫ്രിഡ്ജ് ബോക്സിൻ്റെ അടുത്ത് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് അവന് കൈയൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്ത് നോക്കുമ്പോൾ അത് അങ്ങനെ കടിക്കാറൊന്നുമില്ല. പക്ഷേ ഇന്ന് ഒരു ടെസ്റ്റ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അവനെ കളിപ്പിച്ചിരിക്കുന്ന ടൈമിൽ അത് ഹാൻഡ് ഫീഡ് ചെയ്ത് നമ്മൾ ശീലിപ്പിച്ചുള്ള ഓസ്കറായതുകൊണ്ടാണ് കേട്ടോ. അവന് കൈ വെക്കുന്ന ടൈമിൽ നിങ്ങൾക്കിപ്പോൾ കാണാം അവൻ്റെ കൈയിൻ്റെ അടുത്തേക്ക് ചാടി വരുന്നുണ്ട്. കാരണം നമ്മളിവിടുന്ന് ഹാൻഡ് ഫീഡ് നല്ല രീതിയിൽ ഇവരെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എങ്ങനെ വെച്ച് കൊടുത്താലും നമ്മളെ കൈമിൽ മേളിൽ ചാടി വന്ന് എടുക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ സിയമോൻക്കത് പെട്ടെന്ന് പേടിയായത് കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാകുന്നതാണ്. അപ്പോൾ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ സിയമോൻ ഇങ്ങനെ ജസ്റ്റ് ഇതങ്ങനെ കൈ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അവന് മേത്ത് കൈമക്ക് ഇങ്ങനെ പതുക്കാണ്ട് ചാടും. കണ്ടില്ലേ, അവനാകനെ പേടിച്ച്, സത്യത്തിൽ അങ്ങനെ പേടിച്ചിട്ട് പിന്നെ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ആ ഭാഗത്തേക്ക് പോകില്ല എന്നാണ് സിയമോൻ്റെ ഒരു നിൽപ്പ് കണ്ടിട്ടും ആ നോട്ടം കണ്ടിട്ട് നമുക്ക് മനസ്സിലാകുന്നത് കേട്ടോ. ഇത് നമ്മൾ ടേം ചെയ്തിട്ടുള്ള നമ്മുടെ ഓസ്കാറാണ്, കോപ്പർ ഓസ്കാറാണ്. ഇതൊക്കെ നമ്മളിവിടെ നമ്മളിൽ ബ്രീഡായിട്ടുണ്ട്, 1-2 പ്രാവശ്യം ബ്രീഡായിട്ടുണ്ട്. പിന്നത്തെ ഒരു സീസണിൽ ബ്രീഡായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനിടയ്ക്ക് ഞാനിവിടെ പതുക്കെ നമ്മുടെ എക്വറിയൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്, ടാങ്ക് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട്. അത് ഒന്നരടക്കാകുമ്പോൾ നമ്മൾ ഗ്ലാസ് ഓപ്പണിലല്ല ഇത് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ഈ കാണുന്ന ടാങ്കിലുള്ളത് നമ്മളുടെ ഒരു 10 പീസ് 15 പീസ് ഉണ്ടായിരുന്നില്ല, 5 പീസ് നമ്മൾ ഫ്രണ്ടിന് കൊടുത്തു. ഒരു 10 പീസ് പീക്കോബാസിനെ നമ്മൾ സൈസാക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ള ടാങ്കാണ് കേട്ടോ. അപ്പോൾ തന്നെ അത്യാവശ്യം സൈസ് അയച്ചിട്ടുണ്ട്. ഒരു 3 ഇഞ്ച് മേളിക്കായിട്ടുണ്ട്, 3-4 ഇഞ്ചിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതൊരു സൈസാക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യണം, ഒരു മോൺസ്റ്റർ ടാങ്ക് സെറ്റ് ചെയ്തിട്ട് അവരെ മാത്രം ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്നത്തെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ കൂളാണ്. പിന്നെ ഈ കാണുന്ന ടാങ്കിലാണ് നമ്മൾ ഒരു ടൈഗർ ഓസ്കാറിന് ഇപ്പോൾ കൊടുത്തിട്ടുള്ളൂ. ഇത് പാരറ്റ് ഫിഷും അതേപോലെ തന്നെ സവരത്തിനാണ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ള ടാങ്കാണ്. അപ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ടൈഗർ ഓസ്കാറിന് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനൊരു പെയറായിട്ട് കൊണ്ടുവരണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തായാലും അതൊക്കെ കാണിക്കുന്നതാണ്. അപ്പോൾ സിയമോൻ അവിടെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും കോപ്പറിൻ്റെ അടുത്തേക്ക് പോവില്ല. ഇതാകുമ്പോൾ എക്കോറിയാകുമ്പോൾ എന്തായാലും ഇല്ല, അവൻ സേഫാന്നുള്ളത് അവനക്കും അറിയാം. അപ്പോൾ അവിടെ അവന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പുറത്തുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ നമ്മുടെ കോപ്പറിൻ്റെ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ അതേപോലെ വാട്ടർ ചേഞ്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.